ഇരിക്കൂ. എന്താ അസുഖം? എന്താന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് മേലൊക്കെ കൂടി ഒരടങ്ങേറ്. ഇടക്കിടക്ക് ഇങ്ങനെ ഛർദിക്കാൻ വരും. പിന്നെ മേലും കൈയൊക്കെ വേദന. തിന്നാൻ വേണ്ട, ഉറക്കില്ല. കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേനും ഒക്കെ കൂടി ക്ഷീണിച്ചു പോവാ, കിതക്കുക. ഇപ്പൊ തന്നെ അങ്ങോട്ട് കേറിയപ്പോഴത്തിന് കയ്യും കാലും ഒന്നും ബാക്കിയില്ല. എക്സ്റേ എടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ. ഒന്ന് ശ്വാസം വലിക്കും. ഇനി ഇവിടെ ഒന്ന് വെച്ചു നോക്കി. ഇനി തിരിയു. കോയല് വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എക്സ്റേ എടുത്താൽ മാറാൻ മാത്രമുള്ള അസുഖമുള്ളൂ. BP നോക്കട്ടെ. എന്തിനാ ഇപ്പൊ ഇതൊക്കെ കൂടി എടുത്ത് ചിറ്റണത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആ എക്സ്റേ വേഗം എഴുതിയാല് വേഗം പണി വെച്ച് പോവാ. ഇതിന്റെ ആവശ്യം കൊണ്ട് നോക്കട്ടെ. ഇങ്ങനെ കാറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ എക്സ്റേ എടുത്താ മതി. എന്താ നിങ്ങൾ പറഞ്ഞിട്ടാണ് കേൾക്കാത്തത്? നിങ്ങളൊന്ന് സംസാരിക്കാതിരിക്കൂ. നാള് മരക്കാരന് ഛർദി അളിയപ്പോ വേഗം എക്സ്റേ എടുപ്പിച്ചതാ. നിങ്ങൾക്കിങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണുന്നില്ല. ചിലപ്പോ തോന്നലായിരിക്കും. ഏതായാലും ഞാൻ ചെറിയ മരുന്ന് എഴുതിത്തരാം. മരുന്നും ഗുളിക ഒന്നും എഴുതേണ്ട ആവശ്യമല്ല. ഒരു എക്സ്റേ എടുത്താൽ മാറാൻ മാത്രമുള്ള രോഗം എനിക്കുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു എക്സ്റേ എടുക്കാൻ മാത്രമുള്ള രോഗങ്ങളൊന്നുമില്ല. ഒരു കാരണമില്ലാതെ ഡോക്ടർക്ക് എങ്ങനെ എക്സ്റേക്ക് എഴുതാൻ കഴിയോ? അപ്പൊ അങ്ങക്ക് എന്താ ഒരു എക്സ്റേ എഴുതണേന് നഷ്ടമുള്ളത്? പൈസ തന്നിട്ടല്ലേ എഴുതാൻ പറയണത്? പൈസ കിട്ടുന്ന എഴുതി എന്തെങ്കിലും എഴുതാൻ പറ്റൂ കാക്ക? നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട. നിങ്ങൾ എക്സ്റേ എഴുതാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്തോ ഒരു കഷ്ടമാണത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ഞാൻ എക്സ്റേക്ക് വേണ്ടി എഴുതേണ്ടത്? ദാ ഈ ഭാഗത്ത് ആടെ എഴുതിക്കോളി. ഇത് കൊറേ നേരത്തെ അങ്ങോട്ട് എഴുതിയെങ്കിൽ ഇത്ര ഒന്നും വർത്താനം പറയേണ്ട ആവശ്യമല്ല. ഇതുമായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട. വേണ്ട, അഞ്ചു വരൂല. ഇത് എഴുതിയവൻ തന്നെ എന്റെ സോക്കേട് മുഴുവൻ മാറിയാണ്. എവിടുന്ന ഒരു കവറൊക്കെ ആയിട്ട്? എക്സ്റേ എടുക്കാൻ പോയതാ. നിങ്ങൾക്ക് എന്താ അസുഖം? അയൽപ്പക്കത്തുള്ള ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞൂടായിരുന്നു? അസുഖമൊന്നും അല്ലടാ പഹയ. ജി തന്നല്ല ഈ ഐഡിയ പറഞ്ഞു തന്നത്. എക്സ്റേന്റെ സീറ്റിലൂടെ സൂര്യഗ്രഹണം നോക്കാന്ന്. നാളെയാണ് സൂര്യഗ്രഹണം. അതിനുവേണ്ടി നിങ്ങൾ എക്സ്റേ എടുത്തോ? നമ്മളോടാ കളി. ഡോക്ടറെ കാണിച്ചപ്പോ എക്സ്റേ ഒക്കെ എഴുതൂലാന്ന് മൂപ്പര്. ഞാൻ വിടുവോ? ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ച്. സൂര്യഗ്രഹണം കാണാനായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? എക്സ്റേ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നോട് പറഞ്ഞാൽ പോലെ ഫ്രീ ആയിട്ട് എടുത്തു തരുമോ? എക്സ്റേ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എക്സ്റേ ഷീറ്റ് എന്ന് പറഞ്ഞാ എക്സ്റേ എടുത്ത ഷീറ്റ് എന്നല്ല, എക്സ്റേക്ക് ഉപയോഗിക്കുന്ന ഷീറ്റ്. അതൊരെണ്ണം ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നോ? അവനാന് സൂര്യഗ്രഹണം കാണണമെങ്കിൽ അവനാന്റെ എക്സ്റേ തന്നെ നല്ലത്. ഏതെങ്കിലും എക്സ്റേ കൂടെ നോക്കിയാലേ കണ്ണിന്റെ ഫീസ് പോവും. ബാപ്പയും അമ്മയൊക്കെ പറമ്പിലാ. എന്ത് പണിയാ മൂപ്പര് ചെയ്ത്? എന്നോടൊന്ന് സൂര്യഗ്രഹണം കാണാൻ വരാൻ പറഞ്ഞിട്ട് ഗ്രഹണം തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഓരും സൂര്യഗ്രഹണം കാണാൻ പോയതാ. എന്താണ് ദാ അവിടെ ഉണ്ടാവും. ചെറിയോനാക്കേ, നിങ്ങൾ എന്ത് തോന്നിയ സകാട്ടിയെ? സൂര്യഗ്രഹണം ഒപ്പം കാണാന്ന് പറഞ്ഞ് പ്ലാനറ്റ് ഇട്ട് ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് കാണി. ഇത് തീർന്നു പോയിട്ടൊന്നുമില്ല. അങ്ങോട്ട് കണ്ടൂട്. ഞാൻ കാണട്ടെ. അവിടെ നിക്ക്. പെണ്ണുങ്ങൾ ആണുങ്ങൾ കഴിഞ്ഞിട്ട് മതി. നോക്കിക്കൂടാട്ട്.
കാണില്ലേ? കാണില്ലേ? നേർക്ക് നോക്ക്. എങ്ങനുണ്ട്? ആവു, എന്താ സൂര്യം! ഞാനൊന്ന് കാണട്ടെ. ഓക്കൊന്ന് കൊടുക്കും. നിങ്ങളാണ് കണ്ടോളി. നല്ലോണം നോക്ക്. മേപ്പോട്ട് നോക്ക്. മേപ്പോട്ട് തന്നെ നോക്കണത്. കാണുണ്ടോ? സൂര്യനെ കണ്ടോ? സൂര്യനെ കണ്ട്, മറ്റേ കണ്ടില്ല. എന്ത് ഗ്രഹണോ? ഇത്തും കാണുന്നു. എന്ത്? ഇത്തും ജി നേരിട്ട് നോക്കി കണ്ടാ മതി. ഇത് ഞാൻ